ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരനെ കുറിച്ചാണ് ഈ സെഷനിൽ നമ്മൾ പര്യാലോചിക്കുന്നത്. അതിന് നമ്മളോടൊപ്പം ആ വിഷയം സംസാരിക്കാൻ ഏറ്റവും അർഹരായ രണ്ടുപേരെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് മലയാളത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായ സാറ ജോസഫ്, ഒരുപക്ഷെ മലയാള കഥയിലും നോവലിലും പുതിയ ഭൂപ്രദേശങ്ങൾ സൃഷ്ടിച്ച ആൾ തന്നെയാണ് സാറ ടീച്ചർ. സാറ ടീച്ചർ ജനിക്കുമ്പോൾ എം ടിക്ക് 13 വയസ്സ്. ഒരു തരത്തിൽ അവരൊരു സമാന്തര സഞ്ചാരികളാണ് എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ ആൾ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. എം ടിയുടെ അതേ തട്ടകം പങ്കിടുന്ന ആളാണ്. ഒരു ദേശത്തെ എഴുത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. പുഴയെയും പുഴ പകർന്ന ഒരു സംസ്കൃതിയെയും അറിയുന്ന ആളാണ്. എം ടി എന്ന പുഴയെ അടുത്തറിഞ്ഞ ആളുമാണ്. ഈ രണ്ടുപേരും ഇവർ എങ്ങനെയാണ് എം ടി എന്ന എഴുത്തുകാരനെ വായിച്ചത് എന്ന് ആണ് ഈ ചർച്ചയിലൂടെ ആലോചിക്കുന്നത്. ആദ്യം സാഹചര്യത്തിനുള്ള എം ടി എന്നൊരു എഴുത്തുകാരനുണ്ട് എന്ന് ടീച്ചർ അറിയുന്നത് എപ്പോഴാണ്? ആദ്യത്തെ ഒരു വായനാ അനുഭവം എങ്ങനെയായിരുന്നു? എൻ്റെ വായനയെ രൂപപ്പെടുത്തുന്നതിൽ, എൻ്റെ വായനയെ മാത്രമല്ല എൻ്റെ എഴുത്തിനെയും എൻ്റെ സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ എം ടി വാസുദേവൻ നായർ എന്ന എഴുത്തുകാരൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അത് ഒരുപക്ഷെ പുതിയ തലമുറയിലെ ആളുകൾക്ക്, കുട്ടികൾക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുണ്ടാവില്ല. ഞങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ അതിന് മുമ്പുള്ള തലമുറ അനുഭവിച്ച ജീവിതത്തിൻ്റെ നിഴലുകൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. അതിനാൽ ഞങ്ങൾക്ക് താതാത്മ്യം പ്രാപിക്കുക എളുപ്പം ആയിരുന്നു. എം ടിയുടെ ചെറുകഥകൾ വായിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഞാൻ വിസ്മയകരമായ ഒരു അനുഭൂതിയുടെ ലോകം, വൈയക്തികമായ ഒരു അനുഭൂതിയുടെ ലോകം അതുവരെ ഉണ്ടായിരുന്നത് വ്യത്യസ്തമായിട്ട് അറിയുന്നത്. കാരണം അതിന് തൊട്ടു മുമ്പുള്ള തലമുറ, വൈക്കം മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ പിന്നെ പൊറ്റക്കാട്, അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ എഴുതിക്കൊണ്ടിരുന്ന കേശവദേവ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പേര്, തകഴി അടക്കം ഗംഭീരങ്ങളായിട്ടുള്ള രചനകൾ, ചെറുകഥകൾ പ്രത്യേകിച്ചും പിന്നീട് നോവലുകളും എഴുതിയിരുന്ന ആളുകളാണ്. അതൊക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെ വളരെ റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ച എഴുത്തുകാരായിരുന്നു അവർ. നമുക്ക് ജീവിതം എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിൽ കാണുന്നത് പോലെ കാണാം ആ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ. തോട്ടിയുടെ മകൻ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും മലം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു വണ്ടി, ആ വണ്ടിയിൽ നിറയെ മളുണ്ട്, ദുർഗന്ധമുണ്ട്, ഈച്ചകളുണ്ട്, വെറുപ്പുണ്ട്, ആളുകൾ അവരെ അകറ്റിക്കളയുന്നുണ്ട്. ആ വണ്ടി വലിക്കുന്നത് അച്ഛനും മകനും ആണ്. അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ പാത്രം അതിൻ്റെ തണ്ടിൽ ഇരിക്കുന്നുണ്ട്. ആ മലം നിറച്ച വണ്ടിയുടെ തണ്ടിൽ ഉച്ചഭക്ഷണം വെച്ചുകൊണ്ട് അവരുടെ ജീവിതം മുഴുവനും ദുർഗന്ധപൂരിതമാക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യം, ആ സാമൂഹ്യ സാഹചര്യത്തെ ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കുകയായിരുന്നു എഴുത്തുകാരനായ തോട്ടിയുടെ മകനിലെ അദ്ദേഹം ചെയ്തത്. അതേപോലെ തന്നെ രണ്ടിടങ്ങഴി പോലുള്ള കാർഷിക വ്യവസ്ഥയുടെയൊക്കെ അങ്ങനെ കുറേയധികം ജീവിതത്തെ അതേപടി ഒപ്പിയെടുത്ത, ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുത്ത് നമുക്ക് കാണിച്ചു തന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. കഥയുണ്ട് അതിൽ, ജീവിതമുണ്ട് അതിൽ, ചോദ്യങ്ങളുണ്ട് അതിൽ, സമൂഹം എന്താണ് എന്ന് നിങ്ങൾ അറിയണം എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് അതിൽ. വ്യവസ്ഥ വളരെ മോശമായിരുന്നു. ഒരു നേരം ഉണ്ണാൻ ഇല്ലാത്ത ലോകമായിരുന്നു അത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയുടെ ഭരണാധികാരികളുടെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും പ്രശ്നം ഈ കോടാനുകോടികളെ തീറ്റിപ്പോറ്റാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതായിരുന്നു. അവർ വികസനത്തെക്കുറിച്ച് ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു വ്യവസ്ഥയിൽ ഇരുട്ടും ദാരിദ്ര്യവും അപമാനവും നിന്ദയും അസംതൃപ്തിയും നിറഞ്ഞ സ്ത്രീ പുരുഷന്മാരുടെ ഒരു ലോകം, വളരെ ജീർണമായിട്ടുള്ള ജന്മിത്ത നാടുവാഴി സംസ്കാരത്തിൻ്റെ ഒരു സംസ്കൃതി, അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ, ഈ ആഘാതങ്ങളെ അതേപടി ഫോട്ടോകോപ്പി ചെയ്യുകയല്ല, ഈ ആഘാതങ്ങൾ ഒരു വ്യക്തി എങ്ങനെ അനുഭവിക്കുന്നു, ആ വ്യക്തിയുടെ മനസ്സ് എന്തുമാത്രം സംഘർഷഭരിതമാകുന്നു, വ്യക്തി എത്രമാത്രം അസംതൃപ്തനാണ്, എത്രമാത്രം ദുഃഖിതനാണ്, എത്രമാത്രം ഇതിനോട് കലഹം അയാളുടെ ഉള്ളിലുണ്ട്, ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ആ ആഘാതങ്ങളെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ബന്ധങ്ങളുടെ ആഖ്യാനമാണ് എം ടി ചെയ്തത്. സഹോദര ബന്ധത്തിലായാലും സ്ത്രീ പുരുഷ ബന്ധത്തിലായാലും
പ്രണയത്തിലായാലും വിവാഹ ജീവിതത്തിലായാലും ഒക്കെ എന്തുകൊണ്ട് ഇത്ര അസംതൃപ്തി? ഈ അസംതൃപ്തി സൃഷ്ടിച്ച സാമൂഹ്യ വ്യവസ്ഥിതി എന്താണ്? അദ്ദേഹത്തിൻ്റെ നോവലുകളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളത് കാണുന്നു. ഏറ്റവും ഹൃദ്യമായിട്ടുള്ള ഒരു വായനാനുഭവം എന്ന് പറയുന്നത് വേദനാജനകമായ വായനാനുഭവമായിട്ടാണ് എം ടിയുടെ കൃതികളിൽ നമ്മൾ കാണുന്നത്. ഓരോ ചെറുകഥ വായിക്കുമ്പോഴും ആഴത്തിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒന്ന് അതിലുണ്ടാവും. ആ ആഴത്തിൽ ഹൃദയത്തെ സ്പർശിച്ചാൽ നാം സാംസ്കാരികമായി എന്തോ നേടി എന്ന് തന്നെയാണ് അർത്ഥം. എൻ്റെ വായനകളിൽ എം ടിയുടെ വായന തുടങ്ങുന്നത് ചെറുകഥകളിൽ നിന്നാണ്. പിന്നീടാണ് ഞാൻ നാലുകെട്ടിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ ഈ എം ടിയുടെ ഒരു ദേശം പങ്കിട്ട ആളാണ് താങ്കൾ. അതായത് നമുക്ക് ഈ കുമ്പിടി, കുമരനെല്ലൂർ, ആനക്കര, മേഴത്തൂർ, കൂടല്ലൂർ, മലമക്കാവ്, പള്ളിപ്പുറം, തൃത്താല, പരതൂർ, കൊടിക്കുന്ന്, വാഴാനി, പള്ളിപ്പുറം, പിന്നെ പുഴ, അത് കഴിഞ്ഞാൽ താന്നിക്കുന്ന്. ഇതാണ് എം ടിയുടെ ഒരു ജോഗ്രഫി എന്ന് തോന്നുന്നു അല്ലേ? ആ ജോഗ്രഫി നമുക്ക് അതിൽ പിടുത്തം കിട്ടിയാലാണ് കൂടുതൽ എം ടിയുടെ സാഹിത്യത്തിലേക്ക് നമുക്ക് കൂടുതൽ മുഴുകാനും പറ്റുക. ഈ വഴികളിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത ആളും കൂടിയാണ് കൃഷ്ണേട്ടൻ, അവിടെ ജീവിക്കുന്ന ആളാണ്. എങ്ങനെയാണ് എം ടി സ്വന്തം ദേശത്തെ സ്വന്തം കൃതികളിലേക്ക് കൊണ്ടുവന്നതെന്നാണ് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത്? എം ടി എഴുതിയതത്രയും കൂടല്ലൂരിൻ്റെ കഥകൾ തന്നെയാണ്. എം ടിയുടെ മിക്കവാറും കഥാപാത്രങ്ങൾ, അതിൻ്റെ ആർക്കിടൈപ്പുകൾ കൂടല്ലൂരുള്ളവരാണ്. കൂമാന്തോടും കൈതക്കാടും അതിരിടുന്ന പടിഞ്ഞാറ്റുമുറിയും തെക്കുമുറിയും വടക്കുമുറിയും കിഴക്കുമുറിയായിട്ട് വിഭജിച്ച ഭാരതപ്പുഴയുടെ തീരത്തൊരു ചെറിയ ഗ്രാമമാണ്. ഇന്നും ചെന്നാൽ ഓണംകേറ മൂലയായ ഒരു ഗ്രാമമാണ്. ഒരു വശത്ത് തെക്കേപ്പുഴയും വടക്കേപ്പുഴയും, മറുവശത്ത് താന്നിക്കുന്നും പറക്കുളം മേച്ചിൽപ്പറമ്പും. അന്ന് റോഡ് പോലും ഇല്ലാത്ത ഒരു കാലത്താണ് എം ടി 16-17 വയസ്സ് വരെ മാത്രമേ എം ടി അവിടെ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ പഠിക്കാൻ പാലക്കാട് പോയി, പിന്നെ കോഴിക്കോട് മാതൃഭൂമിയിൽ വന്നു. പക്ഷെ ആ കാലത്ത് എം ടി ആവാഹിച്ച കൂടല്ലൂരാണ് തോമസ് ഹാർഡിയുടെ വെസെക്സ് പോലെയും ഫോക്നറുടെ യോക്ന പട്ടാഫ പോലെയും മക്കൊണ്ട പോലെയും മർക്കസിൻ്റെ മക്കൊണ്ട പോലെയും ലോക സാഹിത്യത്തിൽ കൂടല്ലൂരാണ് അടയാളപ്പെടുത്തിയത്. എം ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലതും അന്വേഷിച്ച് പലയിടത്തും പോയിട്ടുണ്ട്, പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഈ പുഴയിലെ ഉദയവും നരിമാളൻ കുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു തനി ഗ്രാമീണനാണ് ഞാൻ എന്ന് എം ടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹസ്തിനപുരിയുടെ രണ്ടാമൂഴ കഥ പറയുന്നത് ഒഴിച്ചാൽ മഞ്ഞിലും കഥാപാത്രങ്ങൾ ഇവിടുത്തുകാരാണ്. ബാക്കിയൊക്കെ ഈ പ്രദേശത്തെ കഥകളാണ്. കാതുമുറിച്ച മീനാക്ഷിയടത്തിയാണ് കുട്ടിയടത്തിയായത്. വേലായുധേട്ടൻ എന്ന പേരിൽ തന്നെ വടക്കേ വീട്ടിൽ ജീവിച്ചിരുന്ന ആളാണ്. ഗോപിയേട്ടൻ എന്ന് പറയുന്ന ഒരു ബന്ധുവാണ് ഗോവിന്ദൻകുട്ടിയായത്. പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ അവിടെ ജീവിച്ച ആളാണ്. സൈതാലിക്കുട്ടി അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇവരൊക്കെ പലരും മരിച്ചുപോയി. പലരുടെയും രൂപം ഇപ്പം എം ടി എഴുതിയ ആ കഥാപാത്രങ്ങൾ അത് തന്നെയല്ല, പക്ഷെ അവർക്ക് മേൽ മറ്റൊന്നുകൂടി ആരോപിച്ച് ഒരുപക്ഷെ നിലനിൽക്കുന്ന കൂടല്ലൂരിന്മേൽ തൻ്റെ ഭാവനാപൂർണമായ കൂടല്ലൂർ കൂടി ചേർത്ത് മൂന്നാമത്തെ ഒരു ദേശമായിട്ടാണ് എം ടി ദേശത്തെ എഴുതിയിരിക്കുന്നത്. എം ടി ദേശത്തെ അങ്ങനെ പകർത്തല്ല. ഇപ്പോൾ കൂടല്ലൂരിൻ്റെ ഓരോ ജൈവ രോമകൂപത്തെയും എം ടി സ്പർശിച്ചു പോയിട്ടുണ്ട്. അവിടുത്തെ കൃഷി രീതികൾ, തേക്ക് സമ്പ്രദായങ്ങൾ, പൊടി വിത പോലുള്ള പഴയ കുട്ടാടൻ വിതയ്ക്കുന്നത് പോലുള്ള കൃഷി സമ്പ്രദായങ്ങൾ, പുഴയിലെ ഒഴുക്കിൻ്റെ ഒരു അല കണ്ടാൽ ഇന്ന മീനാണ് എന്ന് പറയാൻ സാധിച്ചിരുന്ന നാട്ടറിവുകൾ, ദേശപുരുഷാർത്ഥങ്ങൾ, കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ പുരാവൃത്തം, മുത്തശ്ശിയാർ കാവിലമ്മയുടെ പുരാവൃത്തം, ദിവസവും കൊടിക്കുന്നത്ത് കാവിലമ്മയുടെ നിവേദ്യം മാത്രം കഴിച്ച് ജീവിച്ചിരുന്നൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു മാടത്ത് തെക്കേപ്പട്ട്. എല്ലാ ദിവസവും പാല് കൊടിക്കുന്നത്ത് കാവിലമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ആ നിവേദ്യം കൊണ്ടുവരിക. ഒരു പ്രളയകാലത്ത് പുഴ കടക്കാൻ പറ്റാത്തതുകൊണ്ട് പാല് കൊണ്ടുപോകാൻ പറ്റിയില്ല, നിവേദ്യം കിട്ടിയില്ല. അന്ന് ആ കുടുംബം മുഴുവൻ പട്ടിണിയായി. പാതിരാ നേരത്ത് വിശന്നു പൊരിഞ്ഞിരിക്കുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കെ വാതിൽ തുറന്നൊരു പട്ടിട്ട കൈ നീട്ടി കുട്ടികളെ ഉണർത്തി ചോറ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആ രൂപം മറഞ്ഞു. ഇതാണ് നാലുകെട്ടിൻ്റെ സുഹൃത പുരാവൃത്തമായിട്ട് എം ടി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് യുക്തിവാദികളുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എം ടി പറഞ്ഞു, ലോകത്തിലുള്ള സകല ദൈവങ്ങളും ഇല്ലെന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ എൻ്റെ നാട്ടിലെ കൊടിക്കുന്നത്ത് കാവിലമ്മ ഇല്ല എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇതാണ് എം ടിയുടെ നാട്ടുജീവിതം. കൊടിക്കുന്നത്ത് കാവിലമ്മയും പറക്കുളം മേച്ചിൽപ്പുറവും താന്നിക്കുന്നും
ഈ പറയുന്ന പ്രദേശത്തെ നാട്ടറിവ്, ദേശപുരുഷാർത്ഥ നാനാർത്ഥങ്ങളിലൂടെ, അവിടുത്തെ കഥാപാത്രങ്ങളിലൂടെ അതിനെ ഭാവനാത്മകമായി വളർത്തിയെടുത്ത് ലോകോത്തരമായൊരു സംസ്കൃതിയിലേക്ക് MT വളർത്തിയെടുത്തു. അജ്ഞാതൻ്റെ ഉയരാത്ത സ്മാരകം എന്ന കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതിലെയല്ല, 5-8 നാഴിക വളഞ്ഞു ചുറ്റി ഇതിലേ വന്നത്. ഞാൻ ഇവിടെ നിന്നാണ് പുറപ്പെട്ടത് എന്ന് നിന്നെ അറിയിക്കാനാണ്. ഈ പുഴ ഒഴുകുന്നതിൻ്റെ അക്കരെയാണ് പറക്കുളം മേച്ചിൽപ്പുറമ്പ്. സുന്ദരിയുടെ കൂടെ മഴച്ചാറൽ നടന്ന സ്ഥലം, അതിനപ്പുറം താന്നിക്കുന്ന്, അതിൻ്റെ പിറകിൽ എൻ്റെ ബാല്യം, പഴയ അതേ കണ്ണാന്തളി പൂക്കൾ. അന്നും മുസാവരി ബംഗ്ലാവ് ഉണ്ടായിരുന്നു, അന്നും പുഴയിൽ കായികനികളുണ്ടായിരുന്നു. പാലത്തിൻ്റെ ചുവട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കുമ്മട്ടിക്കായ അറുത്തെടുക്കും. അറുക്കുന്ന കൈകൾ ചാത്തുനായരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എൻ്റേത്. നാഴിയരിയും ഒരു കുമ്മട്ടിക്കായയും കൊണ്ട് 5 ആളുകൾ അത്താഴപ്പഷ്ണി കൂടാതെ കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അതിൽ ചാത്തുനായർക്കും ഒരു പങ്കുണ്ട്. അവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന് പറയുകയാണ്. ഇതാണ് MTയുടെ ദേശം. അത് വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ ആ ദേശത്ത് ജീവിച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ഉള്ളിലുണ്ട്. ടീച്ചറും ദേശവും ഭാഷയും ഒക്കെ കൃതികളിൽ എത്രയോ വന്നിട്ടുണ്ട്. MT തന്നെ അലാഹയുടെ പെൺമക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു ഭാഷ അതിൽ കേട്ടു, പുതിയൊരു കൾച്ചർ ഞാൻ അറിഞ്ഞു. MTക്ക് എപ്പോഴും അത്തരത്തിലുള്ള പുതിയൊരു ഭൂപ്രദേശങ്ങൾ ഇഷ്ടമായിരുന്നു. ഈ MT രചനയുടെ ദേശത്തെയും ഭാഷയും ടീച്ചർ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്? വളരെ ദൂരമൊന്നുമില്ല നിങ്ങളുടെ ഒരു ജന്മം. പിന്നെ പട്ടാമ്പിയിലാണ് ടീച്ചർ വർക്ക് ചെയ്തത്. നമുക്ക് അപരിചിതമായ ഭൂപ്രദേശങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അല്ല, അതെനിക്ക് ഒരുപക്ഷെ പട്ടാമ്പിയിൽ എത്തുന്നതിന് മുമ്പ് അത് കുറച്ച് ദൂരം ആയിരുന്നു, അറിയില്ല. ഭാഷ പോലും എനിക്ക് പ്രശ്നമല്ല. അതെ, അല്ല, ഞാൻ എൻ്റെ തൃശ്ശൂർ ഭാഷയായിട്ടാണ് പട്ടാമ്പിക്ക് ചെല്ലുന്നത്. പട്ടാമ്പി കോളേജിൽ നിന്നിട്ട് എന്തുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികളും ടീച്ചേഴ്സൊക്കെ എന്നെ കളിയാക്കും. പക്ഷെ പട്ടാമ്പിയിൽ നിന്ന് ഉള്ള എൻ്റെ ആ ഒരു 10-16 കൊല്ലത്തെ യാത്രയിൽ ഈ ഭാഷയെ, അതിൻ്റെ സംസ്കാരത്തെ, അതിൻ്റെ പിന്നിലുള്ള ജീവിതത്തെ ഒക്കെ ഗാഠമായിട്ട് അറിയാനായിട്ട് ഇടയായി. ഇപ്പോൾ കൂടല്ലൂർ സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയത്. ആ സ്കൂളിലെ പിന്നെ ഒന്നുമില്ല, അവിടെ ഒന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കൽപ്പടവ് അങ്ങനെ കയറി അങ്ങോട്ട് ചെന്ന മൂത്രപ്പേരയിൽ ഒന്നുമില്ല. അന്ന് അവിടെ താമസിക്കണം. പക്ഷേ നാട്ടുകാർ വന്ന് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം സ്ഥലം, കാലം, ഭാഷ, സമൂഹം, വ്യക്തികൾ, കഥാപാത്രങ്ങൾ, ഇതൊക്കെ ഫിക്ഷന് ആവശ്യമായ ഇത്തരം സംഗതികളെ, സ്ഥലകാലങ്ങളെയും കഥാപാത്രങ്ങളെയും സമൂഹ ജീവിതത്തെയും അന്നത്തെ വ്യവസ്ഥയെയും ആ വ്യവസ്ഥ ഈ ഓരോ കഥാപാത്രവും എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെയും ആഖ്യാനം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അദ്ദേഹം നേരത്തെ ലീലാകൃഷ്ണൻ പറഞ്ഞ പോലെ തൻ്റെ കൂടല്ലൂരിലേക്ക് നോക്കി. സ്ഥലം അതാണ്. അതിൻ്റെ എല്ലാ ഏണും കോണും അദ്ദേഹം എഴുതി. പുഴ മാത്രമല്ല, ഓരോ വയലിൽ വിളയുന്ന ഒരു നെൽച്ചെടിയുടെ കതിര് പോലും അത് കേട്ട് ചാഞ്ചാടിയിട്ടുണ്ടാവണം. MTക്ക് കഥാപാത്രങ്ങൾ അവിടെയുണ്ട്. ശ്രീരാമൻ, VK ശ്രീരാമൻ ഇപ്പോൾ MTയെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ കഥാപാത്രങ്ങളെ തേടിയിട്ട് അയാൾ പോയപ്പോൾ അവരൊക്കെ അവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെയുള്ള ആളെ ഫിക്ഷനിലേക്ക് കൊണ്ടുവന്ന് ഭാവന കൂടി കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം MT എത്ര അനായാസമായിട്ടായിരിക്കും 4 കെട്ട് അസുരവിത്തൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു പ്രയാസവും അദ്ദേഹത്തിന് നേരിട്ടുണ്ടാവില്ല. കാരണം കഥ എന്നാൽ ജീവിതം തന്നെയാകുന്നു. ജീവിതമാണ് കഥയായിട്ട് നമ്മൾ എഴുതുന്നത്. ആ ജീവിതം കഥയായിട്ട് എഴുതുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാവനയും ഭൂതകാലത്തെയും ചരിത്രത്തെയും പിന്നെ ഭാവി കാലത്തെ പ്രതീക്ഷയെയും ഒക്കെ കൂട്ടിയിണക്കിയിട്ട് ഒരു പുതിയ ലോകം ഉണ്ടാക്കുകയാണ്. അതല്ലാതെ ഇപ്പോൾ കൂടല്ലൂർ അങ്ങനെ തന്നെ ലീലാകൃഷ്ണൻ പറഞ്ഞത് അങ്ങനെ തന്നെ പകർത്തി വയ്ക്കുകയല്ല ചെയ്തത്. MTയുടെ അടയാളങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കൂടല്ലൂർ, ദേശവും ഭാഷയും. ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ MAക്കൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറയും ഒരു ഡയലക്റ്റ് പ്രമാണി ഡയലക്റ്റായിട്ട് തീരും എല്ലാ ഡയലക്റ്റുകളുടെയും കൂട്ടത്തിൽ. അതിനൊരു പ്രമാണിത്വം ഉണ്ടാവും. ആ പ്രമാണിത്തമുള്ള ഡയലക്റ്റിൽ നിന്നാണ് മാനക ഭാഷ, സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉരുത്തിരിഞ്ഞു വരിക എന്ന് പറയുന്ന ഒരു ലിംഗ്വിസ്റ്റിക്സ് തിയറി ഉണ്ട്. നമ്മൾക്കറിയാം എത്രമാത്രം പ്രാധാന്യം കൂടല്ലൂരെ ഭാഷയ്ക്ക്
മലയാള സാഹിത്യത്തിലും മലയാള സിനിമയിലും മലയാളികളുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അതാണ് വരേണ്യ ഭാഷ, അതാണ് ശരിയായിട്ടുള്ള ഭാഷ എന്ന രീതിയിൽ അതിനെ പറഞ്ഞു ദൂഷിപ്പിക്കുകയുണ്ടായി നമ്മൾ. ഇപ്പോൾ സിനിമയിലൊക്കെ വരുമ്പോൾ വള്ളുവനാടൻ ഭാഷ സംസാരിക്കണം എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. തെക്കുള്ള ഒരാൾക്ക് വഴങ്ങില്ല അത്. അതിൻ്റെ ഒരു ഈണങ്ങളും താളങ്ങളും ഒക്കെ അതന്നെ പോലെ പറയണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അത് മോശമായ രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. തൃശ്ശൂർ ഭാഷയ്ക്കും ആ ഒരു ദുര്യോഗമുണ്ട്. തൃശ്ശൂർ ഭാഷയ്ക്ക് അതിനേക്കാൾ കൂടിയിട്ട് ഒരു തമാശ ഭാഷയായിട്ട് അതിനെ ചിത്രീകരിച്ചു. ആളുകൾക്ക് ചിരിക്കാനുള്ള ഒരു ഭാഷ എന്ന രീതിയിലായിരുന്നു. ഒരു ഭാഷാശാസ്ത്രകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നല്ല ഭാഷ, ചീത്ത ഭാഷ, തമാശ ഭാഷ അങ്ങനെയൊന്നുമില്ല, വരേണ്യ ഭാഷ ഒന്നുമില്ല, ഒക്കെ മാതൃകകളാണ്. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ ഭാഷയെ മാതൃകയാക്കി എഴുതിയ, തൻ്റെ ദേശത്തെ ജനങ്ങൾ എഴുതുമ്പോൾ അവരുടെ ഭാഷ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ ആലാഖയുടെ പെൺമക്കൾ എഴുതിയപ്പോൾ എനിക്ക് തൃശ്ശൂർ ഭാഷയിൽ അത് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്താൻ പറ്റില്ല. അപ്പം തൻ്റെ കഥാപാത്രങ്ങൾ ജീവിക്കുന്ന ജീവിതം, അതിൻ്റെ ജീവിതത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ആ ഭാഷ. അതങ്ങനെ തന്നെ എഴുതണം, എങ്കിലേ ആ ജീവിതത്തിലുള്ളതേ ആ ഭാഷയിലുണ്ടാവുള്ളൂ. ആ ജീവിതത്തിൽ ഇല്ലാത്തതൊന്നും ആ ഭാഷയിലുണ്ടാവില്ല. അതുകൊണ്ട് വള്ളുവനാടൻ കൃതികൾ, എം ടിയുടെ കൃതികളിൽ കാണുന്ന പലതും നമ്മുടെ അവിടെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ ട്രാൻസ്ലേഷൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം കുട്ടികൾക്ക് ഇതാണ്. അതായത് ഇപ്പം നമുക്ക് ട്രാൻസ്ലേഷൻ അസാധ്യമായ കുറേ ഏരിയ ഉണ്ടല്ലോ. അതിലൊന്ന് ഓപ്പോൾ എന്നുള്ളതാണ്. ഓപ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? സിസ്റ്റർ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അതൊരു സംസ്കൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഒടപ്പറന്നോള് ലോപിച്ച് ഓപ്പോൾ ഉണ്ടായി എന്നൊക്കെ നമ്മൾക്ക് പറയാമെങ്കിലും ഓപ്പോൾ ഓപ്പ എന്ന് പറയുന്ന ആ രണ്ട് പ്രയോഗങ്ങൾ ട്രാൻസ്ലേഷന് വിധേയം അല്ല. നാലുകെട്ട്, ഇപ്പോൾ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഫ്യൂഡൽ തറവാടുകളുടെ വാസ്തു ആണ് അത്. നാലുകെട്ടിൻ്റെ അവസാനം ചരിത്രപരമായിട്ടുള്ളൊരു പൊളിഞ്ഞു പോകലിനെ ആഖ്യാനം ചെയ്തതും ഈ വാസ്തു മാതൃക ഉപയോഗിച്ചിട്ടാണ്. നാലുകെട്ട് പൊളിയുന്നു, മുതലാളിത്തത്തിൻ്റെയോ അല്ലെങ്കിൽ അടുത്തു വരുന്ന കാലഘട്ടത്തിൻ്റെയോ മനുഷ്യൻ്റെ സൗകര്യത്തിൻ്റെയോ രൂപമായ ഒരു പുതിയ ചെറിയ വീട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകുന്നു. കാറ്റും വെളിച്ചവും കടക്കുന്ന ഒരു ചെറിയ വീട്. അതൊക്കെ എത്ര ആഴത്തിലാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഭയങ്കരമായ ഇരുട്ടും കഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ലോകം മനസ്സിലാവാത്തത് കൊണ്ട് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും എം ടി ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റും. പക്ഷേ എം ടിയെ വായിക്കേണ്ടത് അദ്ദേഹം എഴുതിയ കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൽ, അദ്ദേഹത്തിൻ്റെ ഭാവി പ്രതീക്ഷയിൽ വെച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു എഴുത്തുകാരനെ പ്ലേസ് ചെയ്യണം നമ്മൾ. അത് പ്ലേസ് ചെയ്യുന്നതിന് പകരം ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും എഴുതുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടത്തിൻ്റെ പ്രശ്നമല്ല അത്. ഒരു എഴുത്തുകാരൻ തൻ്റെ ഭാഷയിൽ, തൻ്റെ സംസ്കാരത്തിൽ, തൻ്റെ ഭാഷ സംസാരിക്കുന്ന ഭാഷണ സമൂഹത്തിൽ എന്താണ് അടയാളപ്പെടുത്തിയിട്ടിട്ട് പോയത് അതിനെ സമഗ്രമായി പരിശോധിക്കുക എന്നുള്ളത് ആ ഭാഷ സംസാരിക്കുന്ന ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയൊരു ഉപചോദ്യം, ഈ നാലുകെട്ട് പോലുള്ളൊരു രചന വളരെ കാലങ്ങൾ കഴിഞ്ഞ് ഇപ്പം തന്നെ അതൊരു ആർക്കൈവൽ റൈറ്റിംഗ് ആയിട്ട് നിലനിൽക്കും? ഒരിക്കലുമല്ല. നാലുകെട്ട് വീണ്ടും വായിക്കണം നമ്മൾ വീണ്ടും വായിക്കണം. ഇപ്പം നമ്മൾക്ക് കർഷകൻ എന്ന് പറഞ്ഞാൽ തൂങ്ങി മരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കാലുവെന്ത പട്ടിയെ പോലെ ജാഥ നയിച്ചിട്ട് ഡൽഹിയിലെ തെരുവുകളിൽ ആട്ടി ഓടിക്കപ്പെടുന്ന, വെടിയേറ്റ് മരിക്കുന്ന ഒരാളാണ് കർഷകൻ. മുമ്പ് കാർഷിക സംസ്കൃതിയിൽ ജന്മിത്തുണ്ടായിരുന്നു, ഫ്യൂഡലിസം ഉണ്ടായിരുന്നു, ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായാലും മണ്ണിനോട് ബന്ധമുള്ള, മണ്ണിനെ സ്നേഹിച്ച, പുഴയെ സ്നേഹിച്ച, അരുവിയെ സ്നേഹിച്ച, ജന്തുജാലങ്ങളെ സ്നേഹിച്ച മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഭാഷാ രീതി ഉണ്ടായിരുന്നു. ആ ഭാഷാ രീതിയിൽ ആഖ്യാനം ചെയ്തിട്ടുള്ള കൃതികളെ നമ്മൾ വീണ്ടെടുത്ത് വായിക്കണം. എം ടി മഹാഭാരതത്തിനെ രണ്ടാമത് വായിച്ചു. ഒരു പുതിയ കെ സി നാരായണൻ അതിനെ ഏറ്റവും പുതിയ ഭാഷയിലേക്ക് അതിനെ വീണ്ടും വായിക്കുകയാണ്. കാലത്തിന് ആവശ്യമാണ് ഇതൊക്കെ. നമ്മൾ എന്തിനു എം ടി ആദ്യം വായിക്കണം, രണ്ടാമത് വായിക്കണം? എന്തിനാണ് നമ്മൾ മഹാഭാരതം രണ്ടാമത് വായിക്കുന്നത്? എന്തിനാണ് നമ്മൾ രാമായണം രണ്ടാമതും മൂന്നാമതും നാലാമതും ഒക്കെ വായിക്കണേ? അത് കാലത്തിന് ആവശ്യമുണ്ട്. കാലത്തിൽ കുഞ്ഞുങ്ങൾക്ക്, യുവാക്കൾക്ക് അത് കൊടുക്കുന്നതിന് സഹായകരമായ രീതിയിൽ എഴുത്തുകാരനെ പ്ലേസ് ചെയ്യുകയും ആദരിക്കുകയും വേണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് എം ടിയെ ആദരിച്ചുകൊണ്ട് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഈ ഷേട്ടോട് ചോദിക്കാനുള്ള ഈ എം ടിയുടെ രചനകൾ മലയാളിക്ക് പകർന്നു കൊടുക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു സത്തയുണ്ടല്ലോ, അത് എന്താണെന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? ഒരു ഫൈനൽ കൾച്ചർ. എം ടി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലിരുന്ന് എഴുതിയ ഒരാളാണ്. അതുവരെ ഉള്ള കഥാസാഹിത്യത്തിൽ നിന്നും നോവൽ സാഹിത്യത്തിൽ നിന്നും മാറി അകത്തിരുന്ന് ലോകത്തെ കണ്ടു. ഒരുപക്ഷെ 50കളിലും 60കളിലും ജീവിച്ച
അനേകം മലയാളികളുടെ ആത്മകഥയാണ് എം ടി എഴുതിയത്. അന്ന് വ്യവസ്ഥ വിട്ടു പോകേണ്ടി വന്നു. അന്നത്തെ ഫ്യൂഡൽ തകർച്ചയുടെ കാലത്ത് മരുമക്കത്തായ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിച്ചിരുന്ന ആളുകൾ അതിലനുഭവിച്ച സംഘർഷങ്ങളും അതിൻ്റെ സന്തോഷങ്ങളുമുണ്ട്. അത് കഴിഞ്ഞ് അപ്പുണ്ണി വിചാരിക്കുന്നു വളർന്ന് വലുതാകും, കൈക്ക് നല്ല കരുത്തുണ്ടാകും. അങ്ങനെ ഒരു തലമുറ നിഷ്കാസിതരും ദരിദ്രരും അനാഥരും ദുഃഖിതരും പാവപ്പെട്ടവരും തള്ളിമാറ്റപ്പെട്ടവരും അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ കഥയാണ് എം ടി പറഞ്ഞത്. ഒരുപക്ഷെ മനോരോഗിയായ വേലായുധേട്ടൻ്റെ ഉള്ളിലിരുന്ന്, ലോക സാഹിത്യത്തിൽ മെൻ്റലി ഡിസേബിൾഡായ ഒരു കുട്ടിയുടെ ഉള്ളിലിരുന്ന് എഴുതിയ ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിലൊന്നാണ്. അതുപോലത്തെ ഒരു കഥ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എം ടിയുടെ തന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങളാണ്. ഒരുപക്ഷെ മനോരോഗികളായി മാറ്റി നിർത്തപ്പെട്ട മനോരോഗികളല്ലാത്ത മനുഷ്യരെ എങ്ങനെ പരിഗണിക്കണം എന്നതിന് ലോകത്ത് പാഠപുസ്തകമാക്കാവുന്ന കഥകളാണ്. ഒരു വെളിച്ചപ്പാടിൻ്റെ കഥ ലോക സാഹിത്യത്തിൽ വേറെ വന്നിട്ടില്ല. അങ്ങനെ ഒറ്റപ്പെട്ട മനുഷ്യരാണ്. ഇപ്പോൾ ഗോവിന്ദൻകുട്ടി തന്നെ അസുരവിത്താണ് എം ടിയുടെ ഏറ്റവും മികച്ച നോവലെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അസുരവിത്ത് തുടങ്ങുന്നത് ശേഖരൻ മുതലാളി ഗ്രാമത്തിലെ ക്ഷേത്രം പുതുക്കി പണിയുന്നു, മറ്റൊരു മുസ്ലിം മുതലാളി ഒരു മുസ്ലിം പള്ളി പണിയുന്നു. അവിടെ ഗ്രാമീണർ പതുക്കെ ഈ രണ്ട് ചേരികളിലേക്ക് മതപരമായിട്ട് മാറ്റപ്പെടുക. മതത്തിൻ്റെ വിഭജനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലത്തൊരു നവ മുതലാളിത്തം വന്ന് മതത്തിൽ ഇടപെടുകയും പള്ളി ഉണ്ടാക്കുകയും അമ്പലം പുതുക്കി പണിയുകയും ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ. അത് 60കളുടെ തുടക്കത്തിലോ 50കളുടെ അവസാനമാണ്. ആ കാലത്ത് ദീർഘദർശനം ചെയ്യപ്പെട്ട നോവലാണ്. അതിൽ ഒറ്റപ്പെടുത്തപ്പെട്ട അനാഥനായ എല്ലാവരാലും ചതിക്കപ്പെട്ട ഗോവിന്ദൻകുട്ടി മതം മാറുന്നുണ്ട്. അതിനു മുമ്പ് ഗോവിന്ദൻകുട്ടിയെ ബന്ധുക്കളും നാട്ടുകാരും ഒറ്റപ്പെടുത്തി ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാളെ രക്ഷിക്കുന്നത് കുഞ്ഞിമരക്കാരെന്ന് പറയുന്ന ഒരാളാണ്. കുഞ്ഞിമരക്കാർ അയാൾ കയ്യൂക്ക് കൊണ്ട് രക്ഷിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് ഏതോ പ്രലോഭനത്തിൽ ഗോവിന്ദൻകുട്ടി മതം മാറി അബ്ദുള്ളയായി. അപ്പോൾ അബ്ദുള്ളയായപ്പോൾക്ക് തോന്നി തന്നെ രക്ഷിച്ച കുഞ്ഞിമരക്കാർക്ക് കൂടുതൽ സന്തോഷമാകുമെന്ന് കരുതി അയാൾ ചെല്ലുമ്പോൾ കുഞ്ഞിമരക്കാർ പറയുന്നൊരു ഡയലോഗ് എം ടി ഉള്ളത് ഇന്നെന്നല്ല ഇനി ഒരു നാളും കാലും കൂത്തരുത് ഈ മുറ്റത്ത്, ഇതിനല്ല ഞാൻ നിങ്ങളെ സഹായിച്ചത് എന്നാണ്. ഒരുപക്ഷെ മലയാള സാഹിത്യം കണ്ട ഏറ്റവും ഔന്നത്യമുള്ള മതേതര കഥാപാത്രം കുഞ്ഞിമരക്കാരെന്ന കഥാപാത്രമാണ്. ഇത് 60 കൊല്ലം മുമ്പാണ് എം ടി. അത് കഴിഞ്ഞ് 2 മതത്തിലും ജീവിച്ചിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാതെ ഗോവിന്ദൻകുട്ടി നാടുവിട്ടുപോയി. പിന്നെ ഗോവിന്ദൻകുട്ടി വരുന്നത് മഹാമാരിക്കാലത്താണ്. നമ്മുടെ കോളറ പോലെ തന്നെ ഒരു മഹാമാരിക്കാലത്ത് മനുഷ്യർ ഉതിർന്നു വീണ് മരിക്കുമ്പോൾ ആ മരിച്ച മനുഷ്യർക്കും പാതിപ്രാണനായവർക്കും ഗോവിന്ദൻകുട്ടി ആവശ്യമുണ്ടായിരുന്നു. അവരെ സഹായിക്കുകയാണ് ഗോവിന്ദൻകുട്ടി ചെയ്തത്. സത്യത്തിൽ മനുഷ്യനായി മടങ്ങി വന്ന ഗോവിന്ദൻകുട്ടി കോവിഡ് കാലത്ത് എത്രയോ തവണ ഞാൻ വീണ്ടും അസുരവിത്ത് വായിച്ചു. കോവിഡ് കാലത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മനുഷ്യനാണ് പ്രധാനം, മതമല്ല മനുഷ്യത്വമാണ് പ്രധാനമെന്ന്. റിയൽ ക്യാരക്ടർ അല്ലായിരുന്നു? അതെ, അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഗോപി എന്നായിരുന്നു പേര്. എം ടിയുടെ ഒരു ബന്ധു തന്നെയാണ്. അദ്ദേഹം മതം മാറിയത് ശരിയുമാണ്. പക്ഷേ ഇതൊന്നും അതിലുള്ളതല്ല. അദ്ദേഹം ഇതുപോലെ വീതിയിട്ട് തട്ടിക്കളച്ച ഒരാളൊന്നും ആയിരുന്നില്ല. അദ്ദേഹം കൊള്ളരുതായ്മയൊക്കെ കാണിച്ചിരുന്ന ഒരാളാണ്. ഞാൻ പറയാൻ പാടില്ലാത്ത ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൊള്ളരുതായ്മകളുടെ ഭാഗമായിട്ടാണ് മതം മാറിയതെങ്കിലും എം ടി അതിൽ അധ്യാരോപം ചെയ്യുന്നത് ഈ മതത്തിൻ്റെ പേരിൽ പരസ്പരം കടിച്ചു കയറുന്ന ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. 21 ലഹളക്കാലത്തെക്കുറിച്ചാണ്. കുഞ്ഞിമരക്കാർ പറയും, ലഹളക്കാലത്തൊരു വാക്കേറ്റം കൂടി ഉണ്ടാവാത്ത സ്ഥലമാണ് ഇത്. അന്ന് ലഹളയുടെ വിവരങ്ങൾ കേട്ടറിഞ്ഞ ആളുകൾ നാട് വിട്ടു പോകണമോ എന്ന് ആലോചിച്ച് തുടങ്ങിയപ്പോൾ മക്കത്ത് പോയ വയസ്സ് എന്ന മുതലാളി കിടപ്പായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പടച്ചോൻ്റെ വേണ്ടുകൊണ്ട് ഞാനിവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു മാപ്പിളയും ഹിന്ദുവിനെ തൊടൂല, ഒരു ഹിന്ദു മാപ്പിളേനെ തൊടൂല, അയാളൊരാണായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഇന്ന് പ്രസക്തമാണ്. അങ്ങനെ ഒരാളുണ്ടോ നമുക്ക്? പരസ്പരം പോരടിക്കുന്ന ലോകത്തെമ്പാടും വംശീയതയും വർഗീയതയും വരുമ്പോൾ എം ടി തരുന്ന സന്ദേശം അതാണ്. മനുഷ്യനാണ് പ്രധാനം. 4 കെട്ടിലാണെങ്കിലും അവസാനം ആ വാരാണസിയിലെ സുധാകരൻ തനിക്ക് ബലിയിടാൻ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് തീരുമാനിച്ച് കാശിയിൽ പോയി ആത്മപിണ്ഡം സമർപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് വല്ലാത്തൊരു വേദന തോന്നിയ കഥാപാത്രമാണ്. തനിക്ക് ബലിയിടാൻ, പിതൃക്രിയ ചെയ്യാൻ പോലും ആരും ആവശ്യമില്ല, ഞാൻ ആത്മപിണ്ഡം സമർപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ ആധുനിക മനുഷ്യൻ്റെ സകല അനാഥത്വത്തെയും അക്ഷരം കൊണ്ട് സനാഥമാക്കിയ എഴുത്തുകാരനാണ്. എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളെങ്കിലും
എനിക്ക് നേരിട്ടറിയാം. ഒരാളൊന്നുമല്ല, എം ടിയെ വായിച്ച് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ ആളുകൾ, ഒരാളെ എനിക്ക് നേരിട്ടറിയാം. എം ടിയെ മരുന്ന് കഴിക്കുന്നത് പോലെ മാനസിക തകർച്ച വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ മരുന്ന് കഴിക്കുന്നത് പോലെ എം ടിയെ ആവർത്തിച്ച് വായിക്കുന്ന ആളുകൾ എനിക്കറിയാം. മർച്ചൻസ് നേവിയിൽ 40 കൊല്ലം ഞാൻ ജീവിച്ചത് മഞ്ഞ എന്ന വേദപുസ്തകം ഉള്ളത് കൊണ്ട് മാത്രമാണെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ആ പുസ്തകമുണ്ട്. അതിങ്ങനെ പൊടിഞ്ഞ് ഏതാണ്ട് കഴിയാറായി. അത്ര തവണ അയാൾ മഞ്ഞ് വായിച്ചിരിക്കും. വരും, വരാതിരിക്കില്ല. എല്ലാ ഇരുട്ടുകളെയും ശൈത്യങ്ങളെയും ദുരന്തങ്ങളെയും ഭേദിച്ച് മനുഷ്യത്വം, മാനവികത വരും. മനുഷ്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കും എന്ന് തന്നെയാണ് എം ടി നമ്മുടെ കാലത്തിന് നൽകിയ മഹത്തായ സന്ദേശം. അത് മരിക്കാത്ത സന്ദേശമാണ്. എം ടി പോയാലും ആ മനുഷ്യത്വം അനേകം മനുഷ്യരിൽ, എനിക്ക് തോന്നുന്നു എം ടിക്ക് ഏറ്റവും വലിയ സ്മാരകം അദ്ദേഹത്തിൻ്റെ എഴുത്ത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. ഒരുപക്ഷെ സിനിമകളെക്കുറിച്ച് വേറെ ആൾ പറയുന്നുണ്ടെങ്കിലും സാന്ദർഭികമായി അനാഥനും ഒറ്റപ്പെടുത്തവനും ചതിയനാക്കി മാറ്റപ്പെട്ടപ്പെടുത്തവനുമായ ഒരു ചന്തുവിനെ ഒറ്റ സിനിമ കൊണ്ട് ചതിയനല്ലാതാക്കി തീർത്തത് എം ടിയാണ്. ഇനിയുള്ള തലമുറകൾക്ക് വടക്കംപാട്ടിലെ ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ചന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞു വെച്ച മുറിവിന്മേൽ അന്ന് കുത്തുവിളക്ക് കൊണ്ട് ആഞ്ഞു കുത്തി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കഥ അടുത്ത തലമുറ വിശ്വസിക്കുകയേ ഇല്ല എന്നതാണ് എം ടി ഉണ്ടാക്കിയ അത്ഭുതം. അനാഥരെ, ദുഃഖിതരെ മോചിപ്പിച്ചു. അതുകൊണ്ട് ആ മനുഷ്യരൊക്കെ ലോകത്തിനിയും ഉണ്ടാവും. അനാഥരും ദുഃഖിതരും ഒറ്റപ്പെടുത്തപ്പെട്ടവരും ഏകാഗികളും ലോകത്തുള്ളിടത്തോളം കാലം അവർക്കൊക്കെ അഭയമായി എം ടിയുടെ അക്ഷരവും ഉണ്ടാവും. ടീച്ചറോട് ചോദിക്കാനുള്ളത്, ഈ എം ടിയുടെ ക്രാഫ്റ്റിനെ പറ്റിയിട്ട് എപ്പോഴും പറയാറുണ്ട് റൈറ്റർ. അതിപ്പോൾ നേരത്തെ പറഞ്ഞ മഞ്ഞിലാണെങ്കിലും വാനപ്രസ്ഥത്തിലാണെങ്കിലും വടക്കൻ വീരാതിലൊരു ഡയലോഗുണ്ട്, നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്, തെറ്റുമാണ്. ഒരു വാചകത്തിൽ അത് വളരെ ഒരു സംഭവത്തിന്. അപ്പോൾ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞത് ടീച്ചറുടെ ആദ്യകാല കഥകൾ വന്നിട്ട് ഇപ്പോൾ കറ എന്ന് പറഞ്ഞ നോവലിൽ എത്തുമ്പോൾ ആ ക്രാഫ്റ്റിലൊക്കെ ഉള്ള മാറ്റം ഒക്കെ നമ്മുടെ എം ടിയുടെ ക്രാഫ്റ്റിനെ ടീച്ചറിലെ എഴുത്തുകാരി എങ്ങനെയാണ് കാണുന്നത്? എം ടിയുടെ ചെറുകഥകളിൽ നിന്ന് നമുക്കൊരു ക്രമപ്രവൃത്തമായിട്ടുള്ളൊരു വളർച്ച ക്രാഫ്റ്റിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ആദ്യകാലത്ത് എഴുതിയ കഥകളിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒന്നാണ് പിന്നെ ഷെർലക്ക് എഴുതുന്ന എം ടി സ്വീകരിച്ചിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. ഷെർലക്കിലേക്ക് എത്തുമ്പോൾ, കാരണം ഷെർലക്കിലെ കഥാപാത്രം അനുഭവിക്കുന്ന വ്യഥ എന്ന് പറയുന്നത് കൂടല്ലൂരെ മനുഷ്യൻ അനുഭവിച്ചിരുന്ന വ്യഥയല്ല. ഇനി അതിൻ്റെ ഇടയ്ക്ക് വിൽപ്പനയ്ക്ക് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് എന്തു വേണമെങ്കിലും ഉണ്ട്. എം ടിയുടെ ഇത് പറഞ്ഞപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ ഓർക്കുകയാണ്, എം ടിയുടെ മൊത്തം സാഹിത്യകൃതികൾ എടുത്താൽ സംതൃപ്തരും സന്തോഷവതികളുമായിട്ടുള്ള സ്ത്രീകളെ കാണില്ല. വളരെ സങ്കടം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന, അപമാനം അനുഭവിക്കുന്ന, അസംതൃപ്തരായ സ്ത്രീ കഥാപാത്രങ്ങളാണ് ഏറെയും. ഇനി വല്ല കാരണവശാലും ഒരു സ്ത്രീ പണം കൊണ്ട് സന്തോഷിക്കുന്നുണ്ടാവാം, അവളുടെ ആന്തരലോകം എം ടി എഴുതിയിട്ടുമില്ല. പണം കൊണ്ട് എന്തും നേടാൻ കഴിയുന്ന ഒരു സ്ത്രീയാണ് വിൽപ്പനയിലെ കഥാനായിക. അവരെ വീട് വിട്ടു പോകുമ്പോൾ അവരുടെ ധനികനായിട്ടുള്ള ഭർത്താവ് ഫർണിച്ചർ വിൽക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നൊരു കഥയാണത്. ഫർണിച്ചർ വിൽക്കാൻ വെച്ചിരിക്കുന്നു. അതിൻ്റെ മേലൊക്കെ പേരെഴുതി വില എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അവിടേക്ക് ടൈപ്പ് റൈറ്റർ വാങ്ങാൻ വേണ്ടി ഒരാൾ വരുന്നു. അയാൾക്ക് ആ ടൈപ്പ് റൈറ്ററേ വേണ്ടൂ, വില കൂടിയ സോഫകളും സാധനങ്ങളൊന്നും വേണ്ട. പക്ഷേ ടൈപ്പ് റൈറ്റർ വിറ്റുപോയി. ഈ സ്ത്രീ അതുവരെയും ആ അടച്ചിട്ട കൂട്ടിൽ എങ്ങനെയൊക്കെയോ ജീവിച്ചിരുന്ന സ്ത്രീക്ക് തുറക്കാനുള്ള ഒരു ജനൽ തുറന്നതുപോലെയോ ഒരു 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 കിളിവാതിലിൽ കൂടെ അല്ലെങ്കിൽ വാതിൽപ്പഴുതിലൂടെ ഒരു വെളിച്ചം വരുന്നത് പോലെയോ ഉള്ളൊരു വരവായിരുന്നു കേൾക്കാൻ തയ്യാറുള്ള ആ മനുഷ്യൻ്റെ വരവ്. അയാളോട് തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞും പറയാതെയും അവർ അവതരിപ്പിക്കുകയാണ്. അവസാന ഭാഗത്ത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഒരു കാര്യം മാത്രമേ ഭർത്താവിനോട് പറയുന്നുണ്ട്, ഇനി ഒറ്റ സാധനം മാത്രമേ വിൽക്കാനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ വിറ്റുപോയി, അത് ഞാനാണ്, എൻ്റെ മേലെ ഒരു ലേബൽ എഴുതിയിടാം, നിങ്ങൾക്ക് വില എത്രയാണെന്ന് വെച്ചാൽ നിശ്ചയിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീ എങ്ങനെയാണ് ജീവിച്ചത്, ഏകാകിനി എന്ന് പറയുന്ന സിനിമ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പെൺകുട്ടി ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ചു പോയൊരു പെൺകുട്ടിയുടെ പ്രതീക്ഷയും അവൾ അനുഭവിക്കുന്ന ജീവിതവും. എം ടിയുടെ ഒരുപാട് നോവലുകളിലും ഞാൻ പരതി നോക്കിയിട്ട് സന്തോഷം ഉള്ള സ്വതന്ത്രമായ സ്വാതന്ത്ര്യമൊന്നുമല്ല അവർക്ക് വേണ്ടത്. ആദ്യകാലത്തെ കൃതികളിൽ സ്വാതന്ത്ര്യമേ അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് പിന്നെ വിശപ്പിനുള്ള ആഹാരം ആയിരുന്നു, അവിടെ നിന്ന് തുടങ്ങി വസ്ത്രം ആയിരുന്നു, നിറമുള്ളൊരു വസ്ത്രം ആയിരുന്നു, ആഹാരമായിരുന്നു, അഭിമാനം ആയിരുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൻ്റെ ആഖ്യാനം ചെയ്യുമ്പോൾ അതിനനുസരിച്ചൊരു ഭാഷ ഉപയോഗിച്ച എം ടി പല കഥകളിൽ കൂടെയും പോകുമ്പോൾ എന്താണോ
അതിൻ്റെ കഥയുടെ ആവശ്യം, അതിനനുസരിച്ചുള്ളൊരു ഭാഷ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നിന്ന് അമേരിക്കയിൽ സഹോദരിയുടെ അടുത്തേക്ക് പോയി, സഹോദരിയുടെ അടുത്തേക്ക് പോകുന്ന പയ്യൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനാണ്. തൊഴിൽ തേടി പോകുന്നു, ഓരോ ദിനവും അവന് നിരാശയാണ്. അവിടെ ഒരു ഷെർലക്ക് എന്ന് പറയുന്ന പൂച്ചയെ കൊണ്ടുവന്നിട്ട് ആ പൂച്ച നമ്മളെ പേടിപ്പിക്കുകയും നമ്മളെ എല്ലായ്പ്പോഴും നമ്മളാണ് ആ പൂച്ചയുടെ കണ്ണിലെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് എന്ന പോലത്തെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ MT ഭാഷയിൽ ക്രാഫ്റ്റിൽ കാണിച്ച ഒരു ചാതുര്യം ഉണ്ട്. അപ്പോൾ അനുസ്യൂതം പതുക്കെയെങ്കിലും സഞ്ചരിച്ച് താൻ ജീവിക്കുന്ന പുതിയ കാലത്തിലെത്തുന്ന ഒരു എഴുത്തുകാരനാണ് MT. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അദ്ദേഹം ക്രാഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നോവലിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ നാലുകെട്ടോ അസുരവിത്തോ എഴുതിയതുപോലെയല്ല മഞ്ഞ് എഴുതിയത്. മഞ്ഞിലെ ഏകാന്തത ആഖ്യാനം ചെയ്യണമെങ്കിൽ മഞ്ഞു പോലെയുള്ളൊരു ഭാഷ MT കണ്ടെത്തുകയും അതങ്ങനെ വളരെ ചെറിയൊരു പുസ്തകമാണ്. ഒരുപക്ഷെ മറ്റു നോവലുകളിലുള്ളതിനേക്കാൾ ആന്തര ഗൗരവമുള്ള ഒരു അനുഭവമാണ് ആ കൃതി തരുന്നത്. കാത്തിരിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വരാതിരിക്കില്ല എന്ന് പറയുന്ന ഒരു സംഗതി. MT ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വേണം, പ്രതീക്ഷയില്ലാതെ കണ്ട് ജീവിതം മുന്നോട്ട് പോവില്ല. വൈലോപ്പിള്ളിയും അങ്ങനെ തന്നെയാണ്. പ്രതീക്ഷ നൽകുന്നു, വരും അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത കാലം, ഈ കാലം മാറി വേറൊരു നല്ല കാലം വരും. നല്ല കാലം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട്, മരണമാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഇനി ഒന്നുമില്ല, അസ്തിത്വം തന്നെ ഭയങ്കര പ്രശ്നഭരിതമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു കാലം വന്നു. ആ കാലം എന്തു തന്നു എന്നും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മനുഷ്യൻ്റെ ജീവിതം മരണത്തിലെ കലാശിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളെ എവിടുന്ന് വന്നു നമുക്കറിയില്ല, എവിടേക്ക് പോകണമെന്നും അറിയില്ല. പക്ഷേ ഈ ജീവിതത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യമാണ് എഴുത്തുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടല്ല, അനന്തര തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഇത് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് എനിക്കൊരു കാര്യം പറയാൻ ഉണ്ട്. അത് തുഞ്ചൻ പറമ്പിനെ പറ്റിയിട്ടാണ്. MT തുഞ്ചൻ പറമ്പ് ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങൾ നടന്നു ഇവിടെ. കള്ളു കുടിക്കാനാണെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ, വേറെന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു വേറൊരു ആൾക്കാർ, അല്ലെങ്കിൽ തുഞ്ചത്താചാര്യൻ എന്ന് പറയുന്ന ഒരു വലിയ ആചാര്യ തുല്യമായിട്ട് പ്രതിഷ്ഠിക്കാനാണെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ. ഈ വിമർശനങ്ങൾക്കൊക്കെ അപ്പുറത്ത് MTക്ക് ഒരു ദീർഘവീക്ഷണമുണ്ട്. അത് മലയാള ഭാഷയെ, മലയാളികളുടെ എല്ലാ തലമുറകളും മലയാള ഭാഷയെയും സംസ്കാരത്തെയും സാഹിത്യത്തെയും അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു സാംസ്കാരിക കേന്ദ്രമാണത്. അതിനുവേണ്ടിയാണത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാദങ്ങളിലേക്ക് എഴുത്തുകാർ ചെല്ലുന്നത് ജാതി, മത, ലിംഗ, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെയാണ്. അതിനുള്ളൊരു ജനാധിപത്യ ഇടമാണ് MT അവിടെ ഉണ്ടാക്കിയത്, അല്ലേ? എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടേക്ക് ഒരു പ്രത്യേക ശക്തി ഉള്ള ആളുകൾ അവിടെ ചെന്നിട്ട് അവിടെ വിഗ്രഹം വെക്കണം പറഞ്ഞു. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വിഗ്രഹം വെക്കണം, അതായിരുന്നു അവരുടെ ആവശ്യം. MT ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും കണ്ടുണ്ടോ? തുഞ്ചത്തെഴുത്തച്ഛനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു ചിത്രം ഏതെങ്കിലും ഉണ്ടോ? കൊണ്ടുപോവാ, എന്നാൽ പിന്നെ അത് നോക്കിയിട്ടൊരു വിഗ്രഹം വെക്കാലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വേണ്ട, തത്ത മതി. തത്ത യാഥാർത്ഥ്യമാണല്ലോ, തത്ത മതി എന്ന് പറഞ്ഞു. ഓരോ തവണ അതിനെ, ഞാനിവിടെ പറയാമോ എന്ന് എനിക്കറിയില്ല, അതിനെ ഹൈന്ദവവൽക്കരിക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ ഒരു പക്ഷത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നപ്പോഴൊക്കെ തന്നെയും ഒരു മഹാദുർഗം പോലെ നിന്നുകൊണ്ട് ഈ ചെറിയ മനുഷ്യൻ അതിനെ ജനാധിപത്യത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനെ ജനാധിപത്യവൽക്കരിച്ച് നിർത്തണം എന്നുള്ളത് അദ്ദേഹത്തിന് ഉത്തമമായ ബോധ്യമായിരുന്നു. അത് നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും, MT തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യനും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ ഇന്ത്യ എല്ലാവരുടേതുമാണ്. അവിടെ ഒരു ഭേദങ്ങൾക്കും സ്ഥാനമില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ എഴുത്തുകാരിങ്ങനെ ഉറച്ചു നിൽക്കണം. എഴുത്തുകാർ മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ബാധ്യതയുണ്ട്. പക്ഷേ എഴുത്തുകാരനെ വെക്കിട്ടാണല്ലോ ചോദ്യങ്ങൾ മുഴുവൻ വരിക. എഴുത്തുകാരെ ഉറച്ചു നിൽക്കണം. ഇന്ത്യ എല്ലാവരുടേതുമാണ്, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇവിടെ പിറന്നു വീണ ഒരു കുട്ടിയുടെ അവകാശം എന്ന് പറയുന്നത് പിറന്നു വീഴലാണ്. മാപ്പിളയെ നീ എൻ്റെ ഒന്ന് പറയൂ ആലങ്കോടെ, മാപ്പിളയെ നീ എന്നെ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫർ എന്ന് വിളിച്ചുകൊള്ളൂ, കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞ MT വാസുദേവൻ നായരുടെ എഴുത്തിൽ കാണുന്ന ജാതിക്കോ മതത്തിനോ മറ്റ് ഇതുകൾക്കോ വിവേചനമില്ലാത്തൊരു ലോകം, ആ ഒരു ലോകം തന്നെയാണ് എഴുത്തുകാരൻ്റെ സംഭാവന അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ സംഭാവന എന്ന് പറയുന്നത്. ആ ഒരു ലോകം സമഗ്രമായി സങ്കീർണമായി ഇത്രയും വ്യാപ്തിയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് MT വാസുദേവൻ നായരുടെ ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത്. തുഞ്ചൻപറമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ പറയാം, MT അവസാനം കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഭാവിയിൽ എനിക്ക് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുണ്ടല്ലോ, കാരണം എന്ന് വെച്ചാൽ നമ്മളെങ്ങനെയാണ് അതിവേഗം മാറിപ്പോകുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിക്കല്ലേ. പക്ഷേ MT സമൂഹത്തിന് ആവശ്യമായ സന്ദർഭങ്ങളിൽ
ഇടപെട്ടിട്ടുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. എത്ര ശക്തമായി ഇപ്പോൾ ആരിടപെട്ടാലും MT വാസുദേവൻ നായർ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. പരിഹാരം വളരെ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ പരിഹാരം അല്ലെങ്കിൽ പോലും ഇപ്പോൾ മാറാട് കലാപത്തിലായാലും മുത്തങ്ങ ഇഷ്യൂലായാലും പ്ലാച്ചിമട ഇഷ്യൂലായാലും സമൂഹത്തിൻ്റെ നിർണായകമായ വേവലാതിയുടെയും നാശത്തിൻ്റെയും ഘട്ടത്തിലൊക്കെ തന്നെ തൻ്റെ ഒരു സാന്നിധ്യം കൊണ്ട് MT അവിടെ വരവറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് MT നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്താവന അപജയപ്പെടുന്ന ഒരു 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 ലോകത്ത് നിന്നുകൊണ്ട് ഒരു എഴുത്തുകാരൻ സഹികെട്ട് പറഞ്ഞ വാക്കുകളായിരുന്നു അത്. ആ സഹികെട്ട് പറഞ്ഞ വാക്കുകൾക്ക് ചെവി കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളല്ലേ മോശം മനുഷ്യരെ, എഴുത്തുകാരനല്ലല്ലോ. ചേട്ടോട് ചോദിക്കാനുള്ള ഒരുപാട് MT അടുത്തറിഞ്ഞാണ്. പണ്ട് ഒരിക്കലും എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട്, നിളയെ പറ്റി എഴുതുന്ന കാലത്ത് ഒരു പ്രോഗ്രാമിനിടയിലേക്ക് ഗംഗയെ പറ്റിയിട്ടൊരു പുസ്തകമായിട്ട് MT കയറി വരികയും അത് കയ്യിൽ വെച്ച് തരികയും ചെയ്ത ഒരു MTയെ പറ്റി പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓർമ്മയുണ്ട്. MT എങ്ങനെയായിരുന്നു വ്യക്തിപരമായിട്ട് അടുത്താൽ? എനിക്ക് അദ്ദേഹം ഗുരുവും വഴികാട്ടിയും ജ്യേഷ്ഠനും ഒക്കെ ആയിരുന്നു. ഒരു പക്ഷേ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം വായിച്ച പുസ്തകം MTയുടെ രക്തം പുരണ്ട മൺതരികളാണ്. എൻ്റെ മാഷ് വായിക്കാൻ തന്നതാണ്. അന്ന് മാഷ് പറഞ്ഞു, അട്ടേക്കുന്നത്ത് നോക്കിയാൽ ദൂരെ നരിമാളൻ കുന്ന് കാണാം. നരിമാളൻ കുന്നിൻ്റെ അപ്പുറത്താണ് MTയുടെ കൂടല്ലൂർ. കുട്ടിയായിരുന്ന ഞാൻ ആ അട്ടേക്കുന്നത്ത് നിന്ന് കാണാത്ത കൂടല്ലൂരിലെ കാണാത്ത MTയെ എത്രയോ കാലം നോക്കി നിന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലാണ് നിർമ്മാല്യത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. 1.5 മാസം ആ മഹാത്ഭുതം. ആനയും കടലും ഉത്സവവും നമുക്കൊരിക്കലും മതിയാവില്ല. ഈ കടൽ കണ്ടാൽ മതിയായ മലയാളിയില്ല, ആനയെ കണ്ട് മതിയായ മലയാളിയില്ല, ഉത്സവം കൂടി മതിയായ മലയാളിയില്ല. അതുകൊണ്ട് MTയെ കണ്ട് മതിയായ മലയാളിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്ക് MTയെ കണ്ട് മതിയാവാതെ അദ്ദേഹത്തിൻ്റെ ചുറ്റും വന്ന് നടന്നു. പിന്നെ MT തുഞ്ചൻപറമ്പിൽ വന്നപ്പോഴാണ് വിളിച്ചതും പറഞ്ഞതും കേൾക്കാൻ ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യാളായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. 32 വർഷം. MT വർത്തമാനമൊക്കെ പറയും, നല്ല മൂഡിലാണെങ്കിൽ ധാരാളം പറയും, ചീത്ത പറയില്ല, ആജ്ഞാപിക്കില്ല, കൽപ്പിക്കില്ല, ഗുണദോഷിക്കില്ല. അദ്ദേഹത്തിൻ്റെ മീശ പറിക്കും, ബീഡി കുറെ കൂടുതൽ വലിക്കും. വെളിച്ചപ്പാടിനെ പോലെ ലോകത്തോടുള്ള പ്രതിഷേധം തീർക്കാൻ സ്വന്തം ശിരസ് വെട്ടുകയല്ലാതെ ഒരാളെയും വേദനിപ്പിച്ച ആളല്ല MT എന്ന് നമുക്കറിയാം. അദ്ദേഹം തന്നെ വേദനിപ്പിക്കും, തൻ്റെ ശിരസ് വെട്ടിപ്പിളർക്കും. അങ്ങനെ പലപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. എനിക്ക് ആ പുസ്തകം കൊണ്ട് തരുന്നത് നിളയുടെ തീരങ്ങളിലൂടെ പ്രകാശനത്തിന് അദ്ദേഹമാണ് പൊന്നാനിയിൽ വന്നത്. ഒരു മാസം മുമ്പ് വിദേശയാത്രയ്ക്ക് പോയതാണ്. അപ്പം എനിക്കൊരു കത്തെഴുതിയിരുന്നു, വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ, അലൻ മൂർ ഹെഡിൻ്റെ 2 പുസ്തകങ്ങളുണ്ട്, പറ്റുമെങ്കിൽ അത് വായിക്കണം, അത് വെച്ച് നിളാ പുസ്തകം കുറച്ചുകൂടി വലുതാക്കാം. അപ്പം ഞാൻ മറുപടി എഴുതി, എൻ്റെ പരിമിതികൾ കൊണ്ടാണ് ഞാൻ ഇത്തരം പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഇപ്പം നിളയുടെ തീരങ്ങളിലൂടെ 93-ൽ പ്രകാശനം ചെയ്യാൻ അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ പൊന്നാനിക്കാണ് വന്നത്. അവിടെ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം ഒരു ബാഗ് തുറന്ന് തൻ്റെ ശേഖരത്തിലെടുത്തു വച്ചിരുന്ന വൈറ്റ് നൈൽ എന്ന പുസ്തകത്തിൻ്റെ കോപ്പി ഇത് ലീലാകൃഷ്ണൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നത് എനിക്കെൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ്. അതിനേക്കാൾ വലിയ ഒരു അവാർഡും ഇനി ഒരിക്കലും എനിക്ക് കിട്ടുകയുമില്ല. അതാണ് MT. മറ്റുള്ളവർക്ക് ഭൗതിക സഹായം ചെയ്തു തരല്ല, ഇയാൾ പോകേണ്ട വഴി എന്താണ്, ആ വഴിക്ക് വേണ്ട കാര്യങ്ങൾ. അത് എത്രയോ ആളുകൾ, മേതിൽ രാധാകൃഷ്ണൻ എന്ന ഇന്നും ഉത്തരാധുനികനായ ഒരു എഴുത്തുകാരൻ്റെ സൂര്യവംശം എന്ന നോവൽ 45 കൊല്ലം മുമ്പ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ആധുനികനായ പത്രാധിപരാണ്. പത്രാധിപരെ കുറിച്ച് പറയുമ്പോൾ കേസിയൊക്കെ പറയും. അങ്ങനെ ദീർഘദർശനം ചെയ്യാൻ നാളെ ഇയാൾ എത്രയും പുതിയ കുട്ടികളെ, തുഞ്ചൻപറമ്പിൽ അദ്ദേഹം ബാലസമാജം എന്നൊരു പരിപാടി ഉണ്ടാക്കി. ഏറ്റവും പുതിയ കുട്ടികളോട് അദ്ദേഹം നേരിട്ട് സംസാരിക്കും, ചെറിയ കുട്ടികളുടെ കഥ തിരുത്തി കൊടുക്കും, കഥയെക്കുറിച്ച് അവരോട് സംസാരിക്കും. ഏറ്റവും പുതിയ കുട്ടികളോട് വരെ ശിലാലിഖിതം എന്നൊരു കഥയുണ്ട്. അത് വാസ്തവത്തിൽ ഗ്രാമത്തിൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന കഥയാണ്. ഒതളങ്ങത്തുനിന്ന് കോളാമ്പിക്കായത്തുനിന്ന് ഒരു സ്ത്രീ മരിക്കാൻ കിടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ പിടഞ്ഞ് നിലവിളിക്കുന്നു. ഒരു ഗ്രാമത്തിലൊരു കുഞ്ഞ് തിരിഞ്ഞു നോക്കിയില്ല. നഗരത്തിൽ നിന്ന് വന്നയാളാണ് ഗ്രാമീണനായ ആൾ. അയാളുടെ കൂടെ ഒരു നഗരത്തിൽ പഠിക്കുന്ന ഒരു കോൺവെൻറ്റ് ബേബിയായ പെൺകുട്ടിയുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്തൊരു കഷ്ടം, എത്ര നേരമായി ആ സ്ത്രീ അവിടെ കിടന്ന് നിലവിളിക്കുന്നു, ആർക്കെങ്കിലും ഒന്ന് പോയി നോക്കിക്കൂടെ? അപ്പോൾ അവൾ ചോദിക്കും, അച്ഛന് പോയി നോക്കിക്കൂടെ? അത് കഴിഞ്ഞ് പോകുന്ന വഴിയിൽ അവൾ പെട്ടെന്ന് അച്ഛൻ്റെ കൈ വിടുവിച്ച് പോകും. കുറച്ച് കഴിഞ്ഞ് അവൾ വന്ന് പറയും, ഞാൻ ആ ചോലയിൽ നിന്ന് ഇത്തിരി വെള്ളം മുക്കി അവൾക്ക് കൊടുത്തു. സത്യത്തിൽ ആ കുട്ടിയിൽ MT നാളത്തെ മാനവികത പ്രതീക്ഷിച്ചിട്ടുണ്ട്.
പ്രത്യാശയെക്കുറിച്ച് ടീച്ചർ പറഞ്ഞില്ലേ, അടുത്ത തലമുറ കെട്ടുപോകില്ല എന്ന് വിശ്വസിച്ചിട്ടാണ് എം ടി പോയിരിക്കുന്നത്. എം ടി ഒരു കുട്ടിയായിരുന്നു. എം ടി ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട്. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, ശ്രീകുമാരോട് ഇരിക്കുന്നുണ്ട്. ബാലസാഹിത്യത്തിൽ ഇത്രയും കുട്ടികൾക്ക് മനസ്സിലാവുന്ന കഥകൾ വേറെയില്ല. മാത്രമല്ല എം ടിയിലെ കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് അടുത്തിരിക്കുമ്പോൾ. കൂടല്ലൂരിലെ കഥ പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടിയെ പോലെ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സ്വകാര്യമായ നിക്ഷേപങ്ങളാണ്, അതൊന്നും ഞാൻ പുറത്തെടുത്ത് കാണിക്കില്ല. പക്ഷേ എം ടിയിലെ കുട്ടി എവിടേക്കോ ഒരു വഴി എന്ന കഥയിൽ പറയുന്നുണ്ട്, സത്താറയിൽ നിന്ന് വന്ന ഒരു അനാഥ ബാലൻ ഈ കഥാനായകൻ്റെ സഹോദരിയുടെ വീട്ടിൽ വേലയ്ക്ക് നിൽക്കുകയാണ്. ആ ചെറുക്കൻ ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോവും, സത്താറയിലേക്കാണ് ഓടിപ്പോകുന്നത്. അപ്പോൾ സഹോദരി പറയാണ്, അവന് സത്താറയിൽ ആരുമില്ല, അവൻ്റെ തള്ള പറഞ്ഞ വിവരമേ ഉള്ളൂ. അവൻ്റെ തള്ള പറഞ്ഞല്ലോ അവിടെ ആരുമില്ല, അവിടെ ഒരു ഗ്രാമമുണ്ട്, ഗ്രാമത്തിലൊരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്തൊരു ഇടവഴിയുണ്ട്, ഇടവഴിയുടെ വക്കത്താണ് വീട് എന്ന് തള്ള അവന് പറഞ്ഞു കൊടുത്തതാണ്. അവിടേക്കാണ് ഓടിപ്പോകുന്നത്, അവൻ കണ്ട വീട്ടിലേക്കല്ല. അവസാനം കഥ അവസാനിക്കുമ്പോൾ വീണ്ടും ആ ചെറുക്കൻ ഓടിപ്പോയി. അപ്പോൾ സഹോദരി പറയും, ആ ചെക്കന് പ്രാന്ത, പിന്നെ ഓടിപ്പോയി. അപ്പോൾ കഥാകാരൻ്റെ ഒരു ആത്മകഥമുണ്ട്. അതെ, ശരിയാണ് ചേച്ചി, ഓടിപ്പോകും അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലേക്ക്, അവിടുത്തെ ഒരു അമ്പലത്തിനടുത്തേക്ക്, അതിലൂടെ പോകുന്ന ഒരു ഇടവഴിയിലേക്ക്, ആ ഇടവഴിയിലൂടെ ചെന്നെത്താവുന്ന ഒരു വീട്ടിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും. 91 വയസ്സിലും കോഴിക്കോട് നഗരത്തിലിരുന്ന്, അദ്ദേഹം പോയ നഗരങ്ങളിലൊക്കെ ഇരുന്ന് കൂടല്ലൂരേക്ക് ഓടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് എം ടി വാസുദേവൻ നായരെന്നാണ് എൻ്റെ വിചാരം. തെക്കോട്ട് പോയ വണ്ടിയിൽ നിന്ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവസാനമായി യാത്ര പറയുമ്പോൾ അമ്മ കോന്തലക്കെട്ടഴിക്കുന്നത് കണ്ടു. ഒരു വെള്ളി ഉറുപ്പിക കയ്യിൽ വെച്ചു കൊടുത്തു. എന്തിനാ അമ്മേ ഇത് എന്ന് ചോദിച്ചു. ആവശ്യം വരും, നീ കയ്യിൽ വെച്ചോ. ആ ഒരു വെള്ളി ഉറുപ്പികയും കൊണ്ട് ഞങ്ങൾ കൂടല്ലൂരിൽ നിന്ന് യാത്രയാക്കിയ മഷി നിറച്ച പേനയാണ് ലോകത്തെ ജയിച്ച് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സ്വന്തം എം ടി എൻ്റെ വാസുവേട്ടൻ. ടീച്ചറോട് ഒരു ചോദ്യം കൂടിയുള്ളൂ. അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു നവാഗത എഴുത്തുകാരനല്ലേ എഴുത്തുകാരിക്ക് എം ടി എന്ന എഴുത്തുകാരിൽ നിന്ന് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്? എനിക്കതിന് ഒറ്റ വാക്കിലേ ഉത്തരമുള്ളൂ, ജീവിത മൂല്യങ്ങൾ. അതാണ് പഠിക്കാനുള്ളത്. ജീവിത മൂല്യങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ കൃതികളിലേക്ക് കൊണ്ടുവന്നതെന്നും, നമുക്ക് മൂല്യങ്ങൾ എന്ന് പറയുന്നത് ശാശ്വതമല്ല എന്നറിയാം. മൂല്യങ്ങൾ എല്ലാ കാലത്തും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മൂല്യങ്ങളുടെ നിർമ്മിതി എന്ന് പറയുന്നത് അനുസ്യൂതം നടക്കുന്ന ഒന്നാണ്. എം ടിയുടെ മരണാനന്തരം ഉണ്ടായ സോഷ്യൽ മീഡിയയുടെ കാലമാണിത്. സോഷ്യൽ മീഡിയയിലുണ്ടായ ഒട്ടും നമുക്ക് എന്താ പറയുക, സ്വസ്ഥത തരാത്ത തരത്തിലുള്ള വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യം, അത് ഒരിക്കൽ പോലും ഈ ജീവിത മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിചാരമുള്ള ആളുകളിൽ നിന്ന് വന്നിട്ടുള്ളതല്ല. അദ്ദേഹം വിമർശിക്കപ്പെടണം. ഒരു എഴുത്തുകാരനും വിമർശനത്തിന് അതീതനല്ല, ഒരു എഴുത്തുകാരിയും വിമർശനത്തിന് അതീതയല്ല. വിമർശിക്കപ്പെടണം. ആരോഗ്യകരമായ വിമർശനം മാത്രമാണ് വളർച്ചയ്ക്ക് ഉതകുകയുള്ളൂ. പക്ഷേ അറിഞ്ഞു വെച്ച് ആക്ഷേപിക്കുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെ അടക്കം കല്ലെറിയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ഒരു കാരണമുണ്ട്. എം ടി സ്വയം ഒരു ശക്തനായ അധികാര കേന്ദ്രമായിരുന്നു, അതിന് സംശയമൊന്നുമില്ല. അത് അദ്ദേഹം നേടിയെടുത്തതാണ്, വെറുതെ ആരെങ്കിലും തലയ്ക്ക് വെച്ച് കൊടുത്തതൊന്നുമല്ല. അദ്ദേഹം നേടിയെടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിനെയും കൂസാത്ത, ചെറുത്ത് നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു എഴുത്തുകാരൻ. ആ എഴുത്തുകാരൻ്റെ മുമ്പിൽ മന്ത്രിയും മുട്ടുമടക്കും, പോലീസും മുട്ടുമടക്കും, മറ്റ് ഏത് അധികാര സ്ഥാനത്തിരിക്കുന്നവരും മുട്ടുമടക്കും. കാരണം വാക്കാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. എം ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പവർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം വ്യാപരിച്ച എല്ലാ മേഖലകളിലും അദ്ദേഹം ഒന്നാമനായിരുന്നു. അദ്ദേഹം കസേരയിട്ട് ഇരുന്നിരുന്നു. അതുകൊണ്ട് തന്നെ അജയ്യം എന്നൊക്കെ പറയാവുന്ന ഒരു സംഗതി എം ടിക്കുണ്ടായിരുന്നു. തൻ്റെ ചിരിയില്ലായ്മയെ പറ്റിയിട്ട് എം ടി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ചെയ്യുന്ന ജോലി പത്രാധിപരുടെ ജോലിയാണ്. ആ കസേരയിൽ ഇരുന്നു കൊണ്ട് വരുന്നവരെയും പോകുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി ഇരുന്ന് സംസാരിച്ച് നേരം കളഞ്ഞാൽ എൻ്റെ ജോലി നടക്കില്ല എന്ന് മാത്രമല്ല, അതിലെൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു ഇമേജാണ് ചിരിക്കാത്ത എം ടി എന്നുള്ളത്. അതെ, പിന്നെ അത് തുടർന്നു, അതൊരു ശീലമായി. അദ്ദേഹത്തിന് തന്നെ പിടികിട്ടാത്ത വിധത്തിൽ അദ്ദേഹം അതായി മാറി. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം, എം ടിയെ ശരിക്കും അറിയുന്ന ആളുകൾ. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിക്കുകയായിരുന്നു,
MT ഇല്ലാത്ത കോഴിക്കോട്ടൊക്കെയാണ് ഞാൻ വരുന്നത്. MT വന്നിട്ടോ കണ്ടിട്ടോ ഒന്നുമല്ല. എപ്പോഴും കോഴിക്കോട് വരുമ്പോൾ MT പോയി കാണാറൊന്നുമില്ല. 1-2 പ്രാവശ്യം മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൂ. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ചതുര കട്ടകളുള്ളൊരു ഗ്രില്ലിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ടാവും. നമ്മളും ചെല്ലും, മിണ്ടിയാൽ മിണ്ടി, ചിരിച്ചാൽ ചിരിച്ചു, കണ്ടു നടിച്ചാൽ നടിച്ചു. വേണ്ട, ഇതൊന്നുമില്ലെങ്കിലും ഒരു അനുഷ്ഠാനം പോലെ നമ്മളവിടെ പോകുന്നു. അത് നമുക്കൊരു അനുഷ്ഠാനമാണ്. തുഞ്ചൻ പറമ്പിൽ എല്ലാ കൊല്ലം ഞാൻ പോകാറുണ്ട്. ഇതേ അനുഷ്ഠാനം. അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോവും, നോക്കിയാൽ നോക്കി, ചിരിച്ചാൽ ചിരിച്ചു, മിണ്ടിയാൽ മിണ്ടി, അത്രയേ ഉള്ളൂ. കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോരും. എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ മിണ്ടാത്തൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും പോണേ? ചിരിക്കോ, സൗഹൃദം പറയോ, ഒരു വാക്ക് ഇതാവോ ചെയ്യാത്തൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും നമ്മൾ എന്തിനാണ് പോകുന്നത്? അദൃശ്യനായ ഒരു മനുഷ്യൻ, അതാണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തത് എത്രയോ ദശകങ്ങൾ കൊണ്ടാണ്. അവിടെ പിന്നോട്ട് പോക്കൽ എന്ന് പറയുന്ന ഒന്നില്ല. സ്വാർത്ഥഭരിതമായ യാതൊരു നീക്കങ്ങളുമില്ല. MTയുടെ ഒപ്പം രണ്ട് ഘട്ടം എനിക്ക് സാഹിത്യ അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ലീലാകൃഷ്ണൻ ഉണ്ടായിരുന്നില്ലേ ജനറൽ ബോഡിയിൽ? ഇല്ല. 2 വട്ടം MT പ്രസിഡൻ്റായിരുന്നു. ആദ്യത്തെ മീറ്റിംഗ് ഞാൻ ഓർക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞ കാര്യം, ഇവിടെ അവാർഡ് കൊടുക്കുന്നതിൽ ഒരുപാട് അപാകതകളുണ്ട്, ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്തേ പറ്റുള്ളൂ. അദ്ദേഹം പഴുതടച്ച ഒരു മെത്തേഡ് ഉണ്ടാക്കി. അദ്ദേഹം ഇരുന്ന കാലം ഒക്കെ തന്നെയും ആ പഴുതടച്ച മെത്തേഡിലാണ് അവാർഡുകൾ നിർണയിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിചാരിച്ച കാര്യം സാധിക്കുന്നതിൽ അദ്ദേഹത്തിന് സഹായങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കും. വിശ്വാസം നമുക്കിന്ന് ആരെയാണ് വിശ്വാസമുള്ളത്? ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് വിശ്വാസമുണ്ടോ? ഏതെങ്കിലും പോലീസുകാരനെ വിശ്വാസമുണ്ടോ? ഈവൻ കോടതിയെ വിശ്വാസമുണ്ടോ? എഴുത്തുകാരനെ വിശ്വസിക്കുന്നു. അതാണ്. താങ്ക് യു. സാറാ ടീച്ചർ MT എന്ന എഴുത്തുകാരനെ പറ്റി നമുക്ക് 2 തലങ്ങളിൽ നിന്ന് സംസാരിച്ചു. 2 പേർക്കും മാതൃഭൂമിയുടെ നന്ദി. നമസ്കാരം.